ഹലോ ഗായ്സ്, ഹാർഡ് കോർ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ ഈ വേൾഡ് എക്സ്പ്ലോർ ചെയ്തൊരു വില്ലേജ് കണ്ടുപിടിക്കണം. പിന്നെ നമുക്കൊരു ഫാമിംഗ് ഏരിയ ഉണ്ടാക്കണം, ഒരു ക്രോപ്പ് ഫാം. പിന്നെ നമുക്ക് അതിനായിട്ടുള്ളൊരു സ്റ്റോറേജ് റൂം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗോളായ വില്ലേജ് കണ്ടുപിടിക്കലാവാം. അത് നമുക്ക് ആദ്യം ഈ മലയുടെ അപ്പുറത്തേക്ക് പോവാം. മല എന്ന് പറയാനൊന്നുമില്ല, മല നമുക്ക് ആ ഭാഗത്ത് കണ്ട് പുറത്ത് പോയേക്കാം. വില്ലേജ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുമായിരുന്നു, അപ്പോൾ തന്നെ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ച്. സത്യം പറഞ്ഞാൽ അതിപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ വില്ലേജ് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് ഇവിടെ എന്തൊക്കെ ലൂട്ട് കിട്ടുമെന്ന് നോക്കാം. നമുക്കിനി ഇവിടെയുള്ള ലൂട്ടൊക്കെ എടുക്കാം. ഇവിടെ ക്യാരറ്റൊക്കെ ഉണ്ട്. വില്ലേജ് അടുത്തായതുകൊണ്ട് നമുക്ക് ഫാമൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ടേബിളൊക്കെ എടുക്കാം. ഇവിടെ ഒരു ലൈബ്രറീൻ്റെ വീടുണ്ട്. നമുക്ക് ഇവിടുന്ന് ബുക്കൊക്കെ എടുക്കാം. അപ്പോൾ നമ്മളിവിടുത്തെ അയൻകുളത്തിനും തീർത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഇവിടുന്ന് ഈ നൈറ്റ് കണ്ട് സ്കിപ്പ് ചെയ്യാം. അയൻകുളത്തിൻ്റെ അടുത്ത് നമുക്ക് 3 അയൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റേക്ക് 50 ബ്രെഡും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു സ്റ്റേക്ക് ഇതിൽ വെക്കാം. ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് ഫാം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് അതിൻ്റെ. ഇനി നമുക്ക് വേറെ ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വുഡും സ്റ്റോണൊക്കെയാണ്. അപ്പോൾ ഞാൻ വുഡും സ്റ്റോണൊക്കെ കയറിയട്ടെ. ഗായ്സ്, ഞാൻ ഇവിടെ മരം മുറിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു റൂയിൻ്റെ പോർട്ടൽ കണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, കുറച്ച് ഒബ്സിഡിയൻ, ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്. ഗോൾഡ് ബ്ലോക്ക് എടുക്കാൻ എൻ്റെ ഒരു അയണിൻ്റെ പിക്കറ്റ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുക്കണില്ല. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ചെസ്റ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അയ്യേ, ഒരു ബെല്ല്, കുറച്ച് അയൺ നെഗറ്റുണ്ട്, 2 ഒബ്സിഡിയൻ ഉണ്ട്, ലോഡ് സ്റ്റോണ്, കുറച്ച് ഫ്ലിൻറ്റ്. ഗൈസ്, ഇനി ഞാൻ ആ ഫാം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ സ്റ്റോറേജ് റൂം കൂടി ഉണ്ടാക്കാനുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ആ ക്രോപ്പ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ച് സെറ്റപ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഫുൾ ഗോൾഡ് ആർമറായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു സോംബി ഗോൾഡ് ആർമർ ഇട്ടുണ്ടായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു എനിക്ക് ഈ ആർമറും തരുമോയെന്ന്. അപ്പോൾ അവൻ നൈസായിട്ട് അങ്ങോട്ട് തന്നു. അപ്പം ഞാനത് ഇട്ടു. പിന്നെ ഞാൻ ഇവിടെ ഒരു പാത്ത് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫാമിലേക്കുള്ള പാത്ത് വേ. ഇതാണ് നമ്മുടെ ഫാം. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്കിവിടെ ക്രോപ്സ് നടണം, ആ സ്റ്റോറേജും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആ ക്രോപ്സ് നടാം. ഇത് തികയോന്ന് അറിയില്ല, എന്നാലും നോക്കി നോക്കാം. ഇതിലുള്ള സീഡ് കഴിഞ്ഞ് നമുക്ക് ഇതിന് കിട്ടുന്നതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ ഈ ഭാഗത്ത് ഫുള്ള് ക്യാരറ്റ് നടാനാണ് ആലോചിക്കുന്നത്. നമുക്ക് ക്യാരറ്റ് എടുക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോ നടാം. പൊട്ടാറ്റോ എന്താ ഉപകാരം വെച്ചാൽ നമുക്ക് സ്മെൽറ്റ് ചെയ്ത ബേക്ക്ഡ് പൊട്ടാറ്റോ കിട്ടും. അത് നല്ലൊരു ഫുഡ് സോഴ്സാണ്. ഓക്കെ, നമ്മുടെയുള്ള എല്ലാ പൊട്ടാറ്റോ നട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി വേണം. ഇനി അത് നമുക്ക് പതുക്കെ സെറ്റാക്കാം. ഇനി നമുക്ക് ആ സ്റ്റോറേജ് റൂം അങ്ങോട്ട് ഉണ്ടാക്കാം. സ്റ്റോറേജ് റൂം ഞാൻ നമ്മുടെ വീടിൻ്റെ ഒരു തീമിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടുത്തെ ബിൽഡൊക്കെ ഞാൻ ആ തീമിലാക്കാനാണ്. സ്പ്രൂസ് ലോഗ് കിട്ടുമ്പോൾ ഞാൻ ഈ വീടൊക്കെ അപ്ഗ്രേഡ് ചെയ്യും. ഈ ലോഗൊക്കെ മാറ്റിയിട്ട് സ്പ്രൂസ് ആക്കും. അതുവരെ നമുക്ക് ഈ തീമിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഞാനിനി ആ സ്റ്റോറേജ് റൂം സെറ്റായിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, സ്റ്റോറേജ് റൂം ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പാത്ത് വേ സെറ്റ് ചെയ്ത് ഈ കോസ്റ്റ് ഡേറ്റായിട്ട് തന്നെ ആ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് റൂം. ഇതിലാണ് ക്യാരറ്റ് അങ്ങനത്തെ ഒക്കെ വെക്കാനാണ്. പിന്നെ ഇവിടെയും കുറച്ച് ചെസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് ചിലപ്പോൾ ഒരു ബാം ഉണ്ടാക്കും, എനിമൽ ബാം. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ ഈ ഭാഗത്ത് വെക്കാനാണ്. ഇവിടുന്ന് കിട്ടുന്ന ഈ ക്രോപ്സൊക്കെ വെക്കാൻ. ഇനി ഞാൻ ഇവിടെയുള്ള ക്രോപ്സൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും ക്യാരറ്റാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് വീറ്റ് ഒന്ന് ഫാം ചെയ്ത് നോക്കാം. വീറ്റും അതെ 1.5 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സീഡ് 1/2 സ്റ്റാക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോയും കൂടി ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. പൊട്ടാറ്റോ ഹാർവെസ്റ്റ് ചെയ്താലും
ഇത് ഫില്ല് ചെയ്യാൻ ഇനിയുണ്ട്. അപ്പോൾ എത്ര കുറച്ചാകുമ്പോൾ കിട്ടുന്നുണ്ടാവാൻ നമുക്ക് നോക്കാം. പൊട്ടാറ്റോ നമുക്ക് കറക്റ്റ് അരസ്റ്റാക്കി കിട്ടിയിട്ടുള്ളൂ. അത് അവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കറക്റ്റ് കിട്ടിയത്. ഇനി നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രക്കുള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കി ഫുൾ അയൺ ആർമർ ആവും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.